സാവട്ടാ നമുക്ക് കാവ് പോയാലോ? നമ്മുടെ നാട്ടിലെ ഫേമസ് കാവാന്ന് മലമ്പുറത്ത് കാവ്. നീലേശ്വരം ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും അടുത്തായിട്ടാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. രാജാസി സ്കൂളിൻ്റെ ഓപ്പോസിറ്റും. ഇപ്പം കലശം തുടങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ കലശമുട്ടായാലും വെച്ചിട്ട് കാണാൻ എന്ത് രസമാണ്. സാങ്കുട്ടൻ അച്ചച്ചൻ്റെ കയ്യും പിടിച്ചിട്ട് പോകുന്നത് കാണുമ്പോൾ തോന്നുന്നു അച്ചച്ചനുമായിട്ട് നല്ല കമ്പനിയാണെന്ന്. അതൊന്നുമല്ല, അച്ചച്ചൻ്റെ കൂടെ പോയാൽ കളിപ്പാട്ടം കിട്ടുമെന്നറിയാം. അതിന് വേണ്ടിയിട്ടാണ് അച്ചച്ചൻ്റെ കൂടെ സാങ്കുട്ടൻ പോകുന്നത്. കുറേ കളി സാധനങ്ങളും ഫാൻസി ഐറ്റംസ്, ഡ്രസ്സ്, ബെഡ്ഷീറ്റ്, ചവിട്ടി, പിന്നെ പാത്രങ്ങൾ, പിന്നെ ചെരുപ്പ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇടാം. സാങ്കുട്ടൻ ഏതായാലും ഒരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഓൻ ഇല്ല തന്നെയാണ് പിന്നെയും കാണിച്ചു തരുന്നത്. അത് വേണ്ട പറഞ്ഞിട്ട് പിന്നെ മാമനും അച്ഛനും ഓരോന്നെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ കാണിക്കുന്നതൊന്നും സാങ്കുട്ടന് ഇഷ്ടാവുന്നില്ല. ഏട്ടൻ കാണിച്ചു കൊടുക്കുന്നതൊന്നും സാങ്കുട്ടന് ഇഷ്ടാവുന്നില്ല. സാങ്കുട്ടനതും കൊണ്ടുമെടുത്ത് നോക്കുന്നുമില്ല. അടുത്ത ഷോപ്പിലും കയറി ആടിയും എല്ലാം ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നേയില്ല. ഒന്നും കയ്യിൽ എടുത്ത് നോക്കുന്നു, അടുത്ത് ചെന്ന് നോക്കുന്നൊന്നുമില്ല. അപ്പം എല്ലാം നല്ല രസമുണ്ട്. ചന്ത കാണാനൊരു വേറെ ഒരു രസമല്ലേ ഇത്. ഡ്രസ്സും ഉണ്ട് ഒരുപാട്. പിന്നെയും സാങ്കുട്ടൻ ഇതാ ഓരോ ഷോപ്പിൽ അടുത്ത ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. അത് അമ്മമ്മേനെയും പിടിച്ചിട്ടായി. ഞാനെന്നാൽ പിന്നെ കുറച്ച് ഫാൻസി നോക്കാൻ വിചാരിച്ചു. കുട്ടികളുടെ മാലയും വളയും എല്ലാം ഉണ്ട് ഇടാം. അതെല്ലാം ഒന്ന് നോക്കാം. അനിയത്തിക്ക് മാലയെല്ലാം എടുക്കാൻ വിചാരിച്ചിട്ട് അതെല്ലാം നോക്കി. എന്തായാലും കുറച്ച് ഐറ്റംസ് ഞാനും അങ്ങനെ അടന്ന് എടുത്തിട്ടുണ്ട്. ഞാനെല്ലാം സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് സാങ്കുട്ടനും സെലക്ട് ചെയ്തതിന് അതൊരു ഹെലികോപ്റ്ററാണ്, റിമോട്ടെല്ലാം ഇല്ലയാന്ന്. അവരത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നെല്ലാം നോക്കുന്നുണ്ടേ. എന്തായാലും വർക്കെല്ലാം ചെയ്യുന്നുണ്ട്. അതന്നെ വാങ്ങാൻ വിചാരിച്ച് അച്ഛൻ പൈസയും കൊടുത്ത് നമ്മൾ അതും വാങ്ങി നേരെ അമ്പലത്തിൽ കയറുന്നതിന് മുന്നെയാണ് ചന്തയെല്ലാം നോക്കിയത്. സാങ്കുട്ടന് ഏതായാലും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് വാങ്ങി അമ്പലത്തിലേക്ക് പോയിട്ട് വരെ. എല്ലാ ചന്തയൊന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ചെടിച്ചട്ടിയെല്ലാം ഇങ്ങനെ ഓരോന്നും കൊണ്ടുവരുന്നു അത്രേ. പിന്നെ അതുപോലെ തന്നെ തുടങ്ങാത്ത ഷോപ്പുകളും ഉണ്ട്. ഇന്നേതായാലും എല്ലാം സെറ്റായിട്ടുണ്ടാവും. നമ്മ ഇന്നലെയല്ലേ പോയത്. അപ്പം ഇന്ന് കലശം, ഉള്ളിലെ കലശം, നാളെ പുറത്തെ കലശം, മറ്റന്നാൾ ചന്തക്കെല്ലാം നല്ല തിരക്കാന്ന്. ഞാനിതുവരെ കലശത്തിന് പോയിട്ടില്ല. ഈ കലശം അവസാനിക്കുന്നതോട് കൂടി തന്നെ നമ്മളെ മലബാർ ഏരിയയിലെ തെയ്യങ്ങളും അവസാനിക്കുന്നതെന്ന് പറയുന്നത്. അതിനുശേഷം ഇനി അടുത്ത തെയ്യം വരണമെങ്കിൽ തുലാം 10 ആവണം. അത് മുതൽ പിന്നെ എല്ലാവരുടെയും തെയ്യങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഉള്ളിലെല്ലാം കയറി തൊഴുകയും ചെയ്തിട്ടുണ്ട്. സാങ്കുട്ടൻ നല്ല സന്തോഷത്തിലാണ്. ഓനിഷ്ടപ്പെട്ട സാധനം തന്നെ വാങ്ങിക്കൊടുത്തല്ലൊന്നുമില്ല. ഡാൻസെല്ലാം കളിക്കുന്നുണ്ട്. അപ്പുറം ഇപ്പുറം ആരും കാണുന്നൊന്നുമില്ല. അതുകൊണ്ട് ഓന് വലിയ നാണക്കേടും തോന്നിയിട്ടില്ല. ഇത് കളിപ്പാട്ട് ഇതാ തലം വെച്ച് നടക്കല്ലായി, വേറൊന്നും കൊണ്ടല്ല. നല്ല മഴ, ചെറിയൊരു മഴപ്പാറലുണ്ട്. നല്ലതല്ല, ചെറിയതായിട്ട് ഒരു മഴപ്പാറലുണ്ട്. അതുകൊണ്ടാണ് ഓൻ തലം വെച്ച് നടക്കുന്നത്. ഇത് ചെരുപ്പെല്ലാം ഉണ്ട്, ബലൂണെല്ലാം ഇതാ അവർ കാറ്റ് നിറച്ച് വെക്കുന്നത്രേ. എല്ലാം കൂടെ കാണണമെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നെയോ ആയിട്ട് പോകണം. എന്നാൽ എല്ലാ ചന്തയും സെറ്റ് ചെയ്തിട്ട് തന്നെ ഉള്ളത് കാണാം. ഇതാ ബക്കറ്റെല്ലാം ഇതാ അവർ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളെ കാവലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.